മാത്സിൽ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്നതും നല്ല വെയിറ്റേജ് ഉള്ളതുമായുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിൽപ്പെട്ട പ്രധാന ആളാണ് വെക്റ്റർ ഓൾജിബ്ര ചാപ്റ്റർ നമ്പർ 10. ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നു. ആ കൺസെപ്റ്റുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ 7 മാർക്ക് നിങ്ങൾക്ക് വെക്റ്റർ ഓൾജിബ്രയിൽ നിന്ന് സ്വന്തമാക്കാം. റെഡി ആണല്ലോ ഗൈസ്? അപ്പോൾ നോക്കിക്കേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് നിങ്ങളുടെ മോഡലിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ പറഞ്ഞുകൊണ്ട് നമ്മൾ തുടങ്ങുന്നു. സോ ഇഫ് എ ഒരു പോയിന്റ് തന്നിട്ടുണ്ട്, ബി ഒരു പോയിന്റ് തന്നിട്ടുണ്ട്, ബി 2 points, then find വെക്റ്റർ എ ബി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ വളരെ സിമ്പിൾ ആണ്. വെക്റ്റർ എ ബി ഫൈൻഡ് ചെയ്യാനാണ്. വെക്റ്റർ എ ബി ഫൈൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുക? 2 പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ വെക്റ്റർ എ ബി ആണ് ഫൈൻഡ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾ ബിയിൽ നിന്ന് എ മൈനസ് ചെയ്താൽ മതി. അങ്ങനെയല്ലേ? അതായത് ബിന്റെ കോർഡിനേറ്റ്സിൽ നിന്ന് എന്റെ കോർഡിനേറ്റ്സ് മൈനസ് ചെയ്യുക. സോ നോക്കിക്കേ, 4ൽ നിന്ന് ആദ്യം 1 മൈനസ് ചെയ്യുക, 4 - 1. എന്നിട്ട് എന്താ ചെയ്യുക? ഐ ക്യാപ്പ് പ്ലസ് അടുത്തത് 5 - 5 ജെ ക്യാപ്പ് അല്ലേ, 5 - 5 ജെ ക്യാപ്പ് പ്ലസ് 7 - 3 കെ ക്യാപ്പ്. ഇങ്ങനെയാണ് നമ്മൾ ആക്ച്വലി എന്ത് ചെയ്താൽ വെക്റ്റർ എ ബി ചെയ്താൽ, അതായത് ബിയിൽ നിന്ന് എ മൈനസ് ചെയ്യുക. അപ്പോൾ ആൻസർ എന്ന് പറഞ്ഞാൽ 4 - 1 3, അപ്പോൾ 3i പ്ലസ് 5 - 5 എന്ന് പറഞ്ഞാൽ 0, അപ്പോൾ 0 ജെ എന്ന് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. 7 - 3 4 ആണ്, അപ്പോൾ 4 കെ ക്യാപ്പ്. അപ്പോൾ ഇതാണ് എന്ത് നിങ്ങളുടെ വെക്റ്റർ എ ബി എന്ന് പറയുന്നത്. സിമ്പിൾ. ആൻഡ് അടുത്ത നോക്കിക്കേ, ഫൈൻഡ് എ യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്റ്റർ എ ബി. വെക്റ്റർ എ ബിയുടെ ഡയറക്ഷനിലുള്ള ഒരു യൂണിറ്റ് വെക്റ്റർ, ഏത് വെക്റ്ററിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്റർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ വെക്റ്റർ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദാറ്റ് വെക്റ്റർ അല്ലേ. അപ്പോൾ ദാ യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ ബി, യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ ബി. ഈ കാര്യം, ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. എ ബിയുടെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്റർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്താ? വെക്റ്റർ എ ബി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദാറ്റ് വെക്റ്റർ. അപ്പം നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. വെക്റ്റർ എ ബി എന്താടാ? 3i പ്ലസ് 4k. അപ്പോൾ അതാ നോക്ക്, 3i പ്ലസ് 4k. ഇനി ആ വെക്റ്ററിന്റെ മാഗ്നിറ്റ്യൂഡ് അല്ലേ, മാഗ്നിറ്റ്യൂഡ് എങ്ങനെ ഒരു വെക്റ്ററിന്റെ നമ്മൾ എഴുതുക? സ്ക്വയർ റൂട്ട് ഓഫ് അതിന്റെ സ്കേലാർ കമ്പോണൻസിന്റെ സ്ക്വയേഴ്സിന്റെ സം. അപ്പോൾ അതാ 3 4 ആ സ്കേലാർ കമ്പോണൻസ് ഉള്ളത്. അപ്പോൾ 3² + 4², 3² + 4² എന്ന് പറഞ്ഞാൽ 9 + 16 25. 25ന്റെ റൂട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 ആ കിട്ടുക. അപ്പോൾ 3i പ്ലസ് 4k ഡിവൈഡഡ് ബൈ 5 എന്ന് കിട്ടും. അങ്ങനെയാണ് ആൻസർ എന്താ? 3/5i പ്ലസ് 4/5j. സോറി, ജെ അല്ല കെ. ഇതാണ് എന്ത് നിങ്ങളുടെ വെക്റ്റർ എ ബിയുടെ അതേ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്റർ. സിമ്പിൾ ആയുള്ള കാര്യമാണ്. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് പെർപെൻഡിക്കുലർ ടു എ ബി എന്ന ചോദ്യം. ഇതിൽ എ ബിക്ക് പെർപെൻഡിക്കുലർ ആയുള്ള വെക്റ്റർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അത് ഞാൻ ഇതാ ഇവിടെ എടുക്കുന്നുണ്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ തന്നെ ചെയ്യുന്നു. എ ബിക്ക് പെർപെൻഡിക്കുലർ ആയുള്ള വെക്റ്റർ ഇതിൽ തന്നതിൽ ഏതാണെന്നാ? എടാ, 2 വെക്റ്റേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ, ഇഫ് 2 വെക്റ്റേഴ്സ് ആർ പെർപെൻഡിക്കുലർ then their dot product is 0 അല്ലേ. if 2 vectors are perpendicular, അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് അറിയാം, if 2 vectors a and b are perpendicular, അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് എ ഡോട്ട് ബി എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ നിങ്ങളിതാ ഇവിടെ നിങ്ങളുടെ എ ബി എന്ന് പറയുന്ന വെക്റ്റർ എന്താ? 3i പ്ലസ് 4k. അപ്പോൾ ദാ എ ബിയോട് നിങ്ങൾ ഏതെങ്കിലും ഒരു വെക്റ്റർ അതിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കണം? 0 ആയിരിക്കണം. എ ബി എന്താ നോക്ക്, 3i പ്ലസ് 4k, 3i പ്ലസ് 4k. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾ ഏതെടുക്കേണ്ടി വരും? എല്ലാം ചെക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. സത്യത്തിൽ ഇവിടെ സി ആണ് റൈറ്റ് ആൻസർ വരിക. എ ബിയും സിയും ഡോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -5j അല്ലേ, -5j. നിങ്ങൾ നോക്കുക, ഇവിടെ ജെ കമ്പോണന്റ് ഇല്ല, അപ്പോൾ ഇവിടെ 0 ആണ് ജെ കമ്പോണന്റ്. 0 × -5 0 കിട്ടുക. ഇവിടെ ഐയും കെയും ഇല്ല, കാരണം അതിന്റെ അർത്ഥം അവിടെ 0 ആണ് ഐയും കെയിന്റെയും കമ്പോണൻസ് ആയിട്ട് വരുന്നത്. സോ നിങ്ങളുടെ ആൻസർ ഇങ്ങനെ വരിക. നോക്ക്, 3 × 0 പ്ലസ് ഇവിടെ 0 അല്ലേ, അപ്പോൾ ദാ 0 × -5, ഇവിടെ ജെൻ്റെത് 0 ആണ്, പ്ലസ് അടുത്തത് നിങ്ങൾക്ക് വരുന്നത് കെൻ്റെത് ഇവിടെ 4 ആണ്. അപ്പോൾ ദാ 4 × ഇവിടെ കെ ഇല്ല, കെൻ്റെ കമ്പോണൻറ്റ് 0. അപ്പോൾ ആൻസർ മൊത്തത്തിൽ എന്താ? 0 ആണ്. അങ്ങനെയാണ് നിങ്ങളുടെ ഓപ്ഷൻ റൈറ്റ് ആയിട്ട് വരിക. ഈ വെക്റ്റർ ഇതാ സി, ഓപ്ഷൻ സി ആയിട്ടുള്ള ഈ വെക്റ്റർ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വെക്റ്റർ സി എന്ന് എഴുതിയത്. അപ്പോൾ സി അല്ല, ആക്ച്വലി സി എന്ന് പറയുന്ന ഓപ്ഷൻ മാത്രമാണ് കേട്ടോ. അപ്പോൾ സി റെഡി, ഓക്കെ ആണല്ലോ. അപ്പോൾ സി ഓപ്ഷൻ ആണ് റൈറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കുക, കൺസിഡർ ദ വെക്ടേഴ്സ് എ ആൻഡ് ബി, ഫൈൻഡ് എ യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ പ്ലസ് ബി. എ പ്ലസ് ബിയുടെ അതേ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്റർ. യൂണിറ്റ് വെക്റ്ററിന്റെ പ്രത്യേകത എന്താ? മാഗ്നിറ്റ്യൂഡ് 1 ആയിരിക്കണം. ആ ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തത്. ഒരു വെക്റ്റർ ഡിവൈഡഡ് ബൈ ആ വെക്റ്ററിന്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ ഫസ്റ്റ് ഇവിടെ എന്ത് വേണം? എ പ്ലസ് ബി വേണം. എ പ്ലസ് ബി എന്താടാ? എ പ്ലസ് ബി, എയും ബിയും കൂടി ആഡ് ചെയ്താൽ മതി. 1 അവിടെ ഉള്ളത് എന്താ? ഐൻ്റെ കൂടെ -1. അപ്പോൾ അത് ഇങ്ങനെ വരിക, 1 + -1 i പ്ലസ് അടുത്തത് ഇവിടെ ജെൻ്റെ കൂടെ 2, അവിടെ ജെൻ്റെ കൂടെ 0 അല്ലേ. അപ്പോൾ 2 + 0 j
പ്ലസ് ഇവിടെ -5 കെൻ്റെ കൂടെ അവിടെ കെൻ്റെ കൂടെ 7 അപ്പം -5 + 7 ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക ആഡ് ചെയ്യുക 1 + -1 0 0 ആയി എന്ന് വരും ഇടണ്ട 2 + 0 2 അപ്പം 2j ഇവിടെ -5 + 7 ദാറ്റ് ഈസ് 2 അപ്പം 2k ഓക്കെ ആണല്ലോ സിമ്പിൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിച്ച ക്വസ്റ്റ്യൻ കിട്ടിയിട്ടില്ല. ഫൈൻഡ് എ യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് a + b. അപ്പോൾ ദാ നിങ്ങളുടെ ആൻസർ ആയി യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് a + b. യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് a + b. എടാ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി a + b ഇല്ലേ? അപ്പോൾ a + bയുടെ അതേ ഡയറക്ഷനിൽ യൂണിറ്റ് വെക്റ്റർ എങ്ങനെ ഫൈൻഡ് ചെയ്യുക? വെക്റ്റർ a + b ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് a + b അല്ലേ? അങ്ങനെയാണ് നോക്കി a + b എന്താ 2j + 2k. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂടി വേണ്ടേ? അതായത് റൂട്ട് ഓഫ് സ്കേലാർ കമ്പോണൻസിന് 2 2 അപ്പോൾ 2² + 2² 2² + 2² എന്ന് പറഞ്ഞാൽ 4 + 4 √8 അല്ലേ? അപ്പം നിങ്ങളുടെ ആൻസർ കിട്ടുക എങ്ങനെയാണെന്നറിയോ? 2i + 2j ഡിവൈഡഡ് ബൈ √8. √8 വേണമെങ്കിൽ നമുക്ക് 4 × 2 എന്ന് എഴുതാം. ശരിയല്ലേ? അതാ നോക്ക്. അപ്പോൾ 2i + 2j ഡിവൈഡഡ് ബൈ √4 × 2 എന്ന് എഴുതുന്നു. ഇവിടുന്ന് 4ൻ്റെ റൂട്ട് എന്താ 2. അപ്പോൾ അത് ഇങ്ങനെ എഴുതാം 2i ഡിവൈഡഡ് ബൈ 2√2 + 2j ഡിവൈഡഡ് ബൈ 2√2. കറക്റ്റ് അല്ലേ? നോക്കിക്കേ. അങ്ങനെയാണെങ്കിൽ jk അല്ലേ? ഓക്കെ jk ആണ്. jk ഇത് j ആണ്, ഇത് k ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഇതാ നിങ്ങളുടെ ആൻസർ ഇതും j ആണ്, ഇത് k ആണ്. അങ്ങനെയാണ് നിങ്ങളുടെ ആൻസർ വരുന്നത്. ഈ 2 × 2 ക്യാൻസൽ ചെയ്തു. അപ്പോൾ ദാ 1/√2j പ്ലസ് ഈ 2 × 2 ക്യാൻസൽ ചെയ്താൽ 1/√2k. സിമ്പിളായുള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയാണ് അത് ചെയ്യാന്നുള്ളത് മനസ്സിലാക്കി വെക്കട്ടോ. സിംപ്ലിഫൈ ചെയ്തിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ഇവിടെ എഴുതി നിർത്തിയാൽ മാർക്ക് കിട്ടും, ഇവിടെ എഴുതി നിർത്തിയാലും മാർക്ക് കിട്ടും. ഓക്കെ റെഡി ആണല്ലോ? സോ അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫൈൻ a.b ഫൈൻ മാഗ്നിറ്റ്യൂഡ് a ഫൈൻ മാഗ്നിറ്റ്യൂഡ് b. രണ്ട് വെക്ടേഴ്സ് തന്നിട്ട് a.b ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെയാ ചെയ്യാം? എ ക്വസ്റ്റ്യൻ ആൻസർ a.b. എടാ നോക്കിക്കേ വളരെ സിമ്പിളാ. സ്കേലാർ കമ്പോണൻസ് ഇതിന്റെ ഐന്റെ കൂടെ ഉള്ളത് 2 ഇതിന്റെ ഐന്റെ കൂടെ ഉള്ളത് 1. അപ്പോൾ 2 × 1 ചെയ്യാം ആദ്യം. പ്ലസ് ജെന്റെ കൂടെ 3 ഇവിടെ ജെന്റെ കൂടെ 1 അപ്പോൾ 3 × 1 ചെയ്യാം. പ്ലസ് അടുത്തത് എന്താ കെന്റെ കൂടെ 4 കെന്റെ കൂടെ -2 അപ്പോൾ എന്താ ചെയ്യുക 4 × -2. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് കിട്ടി 2 + 3 + 4 × -2 -8. അപ്പോൾ 2 + 3 5 5 × -8 5 + -8 എന്ന് പറഞ്ഞാൽ -3 ആണ് ആൻസർ കിട്ടുക. ദാറ്റ് ഈസ് a.b. സിമ്പിൾ അല്ലേ? ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ. മാഗ്നിറ്റ്യൂഡ് എയും മാഗ്നിറ്റ്യൂഡ് ബിയും അതും ഈസിയാണ്. മാഗ്നിറ്റ്യൂഡ് നമ്മൾ ഓൾറെഡി ഇപ്പോൾ 2-3 ക്വസ്റ്റ്യനിൽ ഫൈൻഡ് ചെയ്തു അല്ലേ? മാഗ്നിറ്റ്യൂഡ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് എന്റെ സ്കേലാർ കമ്പോണൻസ് 2 3 4 അപ്പോൾ 2² + 3² + 4². അങ്ങനെയാണ് നോക്കിക്കേ. 4 + 9 + 4ന്റെ സ്ക്വയർ 16. അപ്പോൾ നിങ്ങളുടെ ആൻസർ വരിക √29. റെഡി? ഇനി അടുത്തത് ബിയുടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി അതെന്തായിരിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് 1 1 -2 അപ്പോൾ 1² + 1² + -2². ആൻസർ എന്തായിരിക്കും? 1 + 1 + -2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4. അപ്പോൾ 1 + 1 + 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6. സോ മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കും? √6. അപ്പോൾ നോക്ക് ബിയുടെ മാഗ്നിറ്റ്യൂഡും കിട്ടി, എയുടെ മാഗ്നിറ്റ്യൂഡും കിട്ടി. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, ഈസിയാണ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യെസ്, ദ പൊസിഷൻ വെക്ടേഴ്സ് ഓഫ് 3 പോയിന്റ് A, B, C ആർ ഗിവൺ ടു ബി. 3 പോയിന്റ്സ് ഉണ്ട്. 3 പോയിന്റ്സിന്റെ പൊസിഷൻ വെക്ടേഴ്സാണ് തന്നത്. ഈ ഒരു ചോദ്യമൊക്കെ നിങ്ങളൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കട്ടോ. അതായത് സംഭവം ഇത്രയേ ഉള്ളൂ. ഞാൻ ഒരു എക്സും ഒരു വൈയും ആക്സിസും ഒക്കെ വരച്ചു വെക്കുന്നുണ്ട്. എക്സ് ആക്സിസും വൈ ആക്സും സെഡ് ആക്സിസും ഒക്കെ വരച്ചു വെക്കുന്നുണ്ട്. എക്സ് വൈ സെഡ്. യെസ്, ഒന്നുകൂടി വേണമല്ലേ? ഓക്കെ ഇതാ. അപ്പം ഞാനിതാ ഇതിങ്ങനെ വരച്ചു വെക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യേ. പോയി ഇതാ റൊട്ടേറ്റ് ചെയ്യാം, എന്നിട്ടൊന്ന് ചെറുതാക്കാം. അപ്പോൾ നോക്കിക്കോ, ഞാൻ എക്സും വൈയും സെഡും ആക്സിസുകളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ ആക്ച്വലി പൊസിഷൻ വെക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ഞാനിവിടെ 3 പോയിന്റ് കൊടുത്തു, A, B, C 3 പോയിന്റും കൊടുത്തു. എടാ ഇത് A, ഇത് B, ഇത് C. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ പോയിന്റിൽ നിന്ന് ഒറിജിനിലേക്ക്, അതായത് 0 0ലേക്ക് ഒരു ലൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ ആ വെക്ടറിനെയാണ് ആ പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ എന്ന് പറയാം നമ്മൾ. ഓക്കെ റെഡി? അപ്പൊ ഇതിന്റെ പൊസിഷൻ വെക്ടർ, ഈ പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ ആണ് നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ഇത് അപ്പൊ ഇത് O ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. സി എന്താ തന്നത് നോക്കിക്കേ. സി എന്ന് പറഞ്ഞ പോയിന്റ് തന്നത്, സോറി വെക്ടർ തന്നത് -2i 4j
+2k. അങ്ങനെയാണെങ്കിൽ -2 4 2 അതായിരിക്കും ഇവിടുത്തെ സീൻ്റെ പോയിന്റ്. കോർഡിനേറ്റ്സ് വരും കേട്ടോ, -2 4 2. ഓക്കെ, ഇനി അടുത്ത നോക്ക്. ഏടത് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് i+3j+3k, അതായത് ഈ OA എന്ന് പറയുന്ന വെക്ടർ എന്താ i+3j+3k. അപ്പോൾ ഇവിടുത്തെ നമ്മൾ കോർഡിനേറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതാണെന്നറിയോ 1 3 3 1 3 3. ഓക്കെ, പ്രശ്നമല്ല. ഇനി അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ, അടുത്ത ബി ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതാ കിട്ടുന്നത് നോക്കിക്കേ, ബി ഇത് നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ആ പൊസിഷൻ വെക്ടറാണ് ബി എന്ന് പറയുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താ അവിടെ തന്നിട്ടുള്ളത് 4i+k, അതായത് ജെ അവിടെ മിസ്സിംഗ് അല്ലേ. അപ്പോൾ ഈ പോയിന്റ് 4, 0, 1. ഓക്കെ, i,j,k കിട്ടി, കറക്റ്റാ. ഇനി നിങ്ങളോട് ചോദിച്ച ചോദ്യം നോക്ക്, ഫൈൻഡ് എ ബി ഫൈൻഡ് എ സി. അപ്പോൾ എ ബി ആദ്യം വേണം. എ ബി എങ്ങനെയാണ് നിങ്ങൾ ഫൈൻഡ് ചെയ്യുക? ഇതാ നോക്കിക്കോ, എ ബി ഫൈൻഡ് ചെയ്യുന്ന നോക്കിക്കോ, ഇതാണ് എ ബി, ഇതാണ് എ ബി. ആൻഡ് എ സി എന്ന് പറഞ്ഞാൽ എന്താ, ഇതാണ് എ സി. അപ്പോൾ എ ബിയും എ സിയും നമുക്ക് കൃത്യമായിട്ട് ഫൈൻഡ് ചെയ്യാം, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ചെയ്യാൻ പറ്റും. നോക്കിക്കോ കേട്ടോ, എ ബി നമ്മൾ എങ്ങനെയാണ് ചെയ്യാന്നറിയോ? ബിയിൽ നിന്ന് എ മൈനസ് ചെയ്യും. ബിന്റെ പോയിന്റ് കിട്ടിയിട്ടുണ്ട്, എന്റെ പോയിന്റ് കിട്ടിയിട്ടുണ്ട്, ശരിയല്ലേ? ബിയും ഉണ്ട് നിങ്ങളുടെ കയ്യിൽ, ബിയും ഉണ്ട് എയും ഉണ്ട്. അപ്പോൾ ഇത് മൈനസ് ചെയ്തോ, 4 - 1 എന്ന് പറഞ്ഞാൽ 3 അപ്പോൾ 3i, 0 - 3 അപ്പോൾ -3, അപ്പോൾ -3j. ഇനി അടുത്തത് 1 - 3 അപ്പോൾ -2, അപ്പോൾ -2k. എ ബി കിട്ടിയത് കണ്ടോ. ഇനി അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടത് ആരാ? അടുത്തത് എ സി അല്ലേ. എ സി എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? സിയിൽ നിന്ന് എ മൈനസ് ചെയ്യുക. എ സി ആണ് ചോദിച്ചതെങ്കിൽ സിയിൽ നിന്ന് എ മൈനസ് ചെയ്യുക. അങ്ങനെയാണ് നോക്കടാ, -2 മൈനസ് സിയിൽ നിന്ന് എ മൈനസ് ചെയ്യുക, -2 - 1 അപ്പോൾ -3i കിട്ടുക, -3i. ഇനി അടുത്ത് നോക്ക്, 4 - 3 1 അപ്പോൾ 1 × j എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ j, അപ്പോൾ j അത്ര മതി, j മാത്രം മതി. പ്ലസ് അടുത്ത് നോക്ക്, 2 - 3 അപ്പോൾ -1 ആ കിട്ടുക. അപ്പോൾ നമ്മളിവിടെ പ്ലസ് ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ -1 × k, ദാറ്റ് ഈസ് -k. അപ്പോൾ എ ബിയും കിട്ടി സാർ, എ സിയും കിട്ടി. എന്ത് സിമ്പിൾ അല്ലേ. ഇനി അടുത്ത നോക്കിക്കേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ എ ബി ആൻഡ് എ സി. എടാ, ആംഗിൾ ബിറ്റ്വീൻ 2 വെക്ടേഴ്സ്, അതായത് എ ബിൻ്റെയും എ സിൻ്റെ ഇടയിലുള്ള ആംഗിൾ ആ ചോദ്യം. എ ബി എന്ന് പറയുന്ന ഒരു ലൈനുണ്ട്, എ സി എന്ന് പറയുന്ന ഒരു ലൈനുണ്ട്. എ ബി ആൻഡ് എ സി. നിങ്ങളുടെ എ ബിയുടെയും എ സിയുടെയും ഇടയിലുള്ള ആംഗിൾ തീറ്റ, അതെങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ചെയ്യുക? കോസ് തീറ്റ ഈസ് ഈക്വൽ ടു രണ്ട് വെക്ടേഴ്സ് കോസ് തീറ്റ ഈക്വൽ ടു എ ബിയും എ സിയും തമ്മിലുള്ള ഡോട്ട് പ്രൊഡക്റ്റ് എ ബി ഡോട്ട് എ സി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ബി ഇൻടു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ സി. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ വേണ്ടേ? ഫസ്റ്റ് എ ബിയും എ സിയും തമ്മിലുള്ള ഡോട്ട് പ്രൊഡക്റ്റ് ഫൈൻഡ് ചെയ്തോ, എ ബി ഡോട്ട് എ സി. ഇതൊക്കെ ഈസി ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. 3 × -3 അപ്പോൾ 3 × -3. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് 3 × -3 പ്ലസ് അടുത്തത് നോക്കിക്കേ -3 × 1 -3 × 1 പ്ലസ് അടുത്ത നോക്കിക്കേ -2 × -1 -2 × -1. അങ്ങനെയാണ് ആൻസർ വരിക. ഇവിടെ -9, ഇവിടെ -3 ആൻഡ് ഇവിടെ മൈനസും മൈനസും പ്ലസ് ആവും, അപ്പോൾ +2. അങ്ങനെയാണെങ്കിൽ -9 -3 -12 + 2 -12 + 2 എന്നാ കിട്ടുക. സോ യർ ആൻസർ വിൽ ബി -10. ഇതായിരിക്കും എന്ത്, എ ബി ഡോട്ട് എ സി എന്ന് പറയുന്നത്. ഇനി അടുത്തത് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ബി വേണ്ടേ? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ബി എ ബിയുടെ മാഗ്നിറ്റ്യൂഡ് നോക്കിക്കേ, 3 - 3 -2 അല്ലേ, അപ്പോൾ 3² പ്ലസ് -3² പ്ലസ് -2². അപ്പോൾ ആൻസർ എന്താ കിട്ടുക എന്നറിയോ? ഇവിടുത്തത് 9, ഇവിടുത്തത് 9, അപ്പോൾ 18 + 4 √22 ആണ് നിങ്ങൾക്ക് കിട്ടുക. കറക്റ്റ് അല്ലേ? ഇനി അടുത്തത് എ സിയുടെ മാഗ്നിറ്റ്യൂഡ് നോക്ക്. എ സിയുടെ മാഗ്നിറ്റ്യൂഡ് ഫൈൻഡ് ചെയ്യുമ്പോൾ -3 1 -1 -3² പ്ലസ് 1² പ്ലസ് -1². -3ന്റെ സ്ക്വയർ 9 പ്ലസ് 1 പ്ലസ് 1 അതായത് √11 കിട്ടും. ഓക്കെ, അപ്പോൾ അതുമായി. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത് നോക്കിയേ, കോസ് തീറ്റ എ ബി ഡോട്ട് എ സി എന്ന് പറയുമ്പോൾ -10 ഡിവൈഡഡ് ബൈ എ ബി എന്താ √22 എ സി എന്താ √11. ഇത്രയുള്ള ആൻസർ. വേണമെങ്കിൽ -10 ബൈ √22 × 11 എഴുതാം. അത് എത്ര ആൻസർ വരിക? 220 + 22 √242. ഇങ്ങനെ എഴുതുന്നതിലും തെറ്റില്ല. അപ്പോൾ ഇതാണെന്ത് നിങ്ങളുടെ ആൻസർ വരിക. ആൻഡ് തീറ്റ ആംഗിൾ അല്ലേ നമുക്ക് വേണ്ടത്, അപ്പോൾ കോസ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞ ഇതാണ് കേട്ടോ, കോസ് ഇൻവേഴ്സ്. ഇത്രയേ ഉള്ളൂ. ഈസി ആണോ നോക്കിക്കേ, ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചു വെക്കാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ആംഗിൾ ബിറ്റ്വീൻ 2 വെക്ടേഴ്സ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ദിസ് ഫോർമുല. ഓക്കെ, 2 വെക്ടർ തരും, അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ, അതിൻ്റെ രണ്ടിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക ബൈ മാഗ്നിറ്റ്യൂഡ് രണ്ടിൻ്റെതും മൾട്ടിപ്ലൈ ചെയ്യുക. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. എ ബി 2 വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. ഷോ ദാറ്റ് എ പ്ലസ് ബി ആൻഡ് എ മൈനസ് ബി ആർ പെർപെൻഡിക്കുലർ. ഞാൻ പറഞ്ഞു 2 വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ എ പ്ലസ് ബി, ഇവിടെ എ പ്ലസ് ബിയും എ മൈനസ് ബി തന്നത്, അപ്പോൾ എ പ്ലസ് ബി ഡോട്ട് എ മൈനസ് ബി എന്തായിരിക്കും? 0 ആയിരിക്കും. പെർപെൻഡിക്കുലർ ആണെങ്കിലുള്ള കണ്ടീഷൻ എന്താ?
അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ സാർ ഇവിടെ എ പ്ലസ് ബി എ പ്ലസ് ബി ഫസ്റ്റ് ഫൈൻഡ് ചെയ്യണ്ടേ. വാട്ട് ഈസ് എ പ്ലസ് ബി? എ പ്ലസ് ബി എന്താടാ? 3 1 4. അപ്പോൾ ദാ 4i. ജെൻ്റെ കൂടെ -1, അവിടെ ജെൻ്റെ കൂടെ -5. -1 + -5 -6. അപ്പോൾ -6j. -5 + 3 അല്ലേ? അപ്പോൾ -2. അപ്പോൾ -2k അത് കിട്ടിയേ. ഇനി എ മൈനസ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നോക്കിക്കേടാ. 3 - 1 2. അപ്പോൾ അതാ 2i. -1 -5 -1 + 5 എന്ന് വരും 4. അപ്പോൾ 4j. അടുത്തത് -5 - 3 അല്ലേ? +3 അല്ലേ? അപ്പോൾ -8. അപ്പോൾ -8k. ഇതാണ് എന്ത് നിങ്ങളുടെ ആ ഒരു സംഭവം. ഇനി വേണ്ടത് a + b ഡോട്ട് a - b. അത് നമുക്ക് നോക്കാം. a + b ഡോട്ട് a - b. റെഡിയടാ? നോക്കിക്കേ എങ്ങനെ ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യുക. 4 × 2 ഫസ്റ്റ് 4 × 2 പ്ലസ് അടുത്തത് -6 × 4 -6 × 4 പ്ലസ് അടുത്തത് -2 × -8. ആൻസർ നോക്കാമല്ലോ അല്ലേ? 0 കിട്ടിയാൽ പോരെ. 8 പ്ലസ് -24 ഇതെന്താ വരിക? +16. അപ്പം അങ്ങനെയാണ് നോക്ക്. 8 + 16 24. 24 - 24 എന്ന് വരും. ആൻസർ എന്താ? 0. അതായത് ഇത് രണ്ടിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എന്താ? 0 അല്ലേ? അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കൺക്ലൂഡ് ചെയ്യാം? സോ കൃത്യമായിട്ട് നോട്ട് ചെയ്യണേ. 2 വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണ്. ഡോട്ട് പ്രോഡക്റ്റ് ഈസ് ഓൾവേസ് 0. അങ്ങനെയാണെങ്കിൽ എടാ a + b ആൻഡ് a - b എന്തായിരിക്കും? ആർ പെർപെൻഡിക്കുലർ. ഇതാണ് നമ്മുടെ ആൻസർ കൺക്ലൂഷൻ. സംഭവം സിമ്പിളാണ്. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. 2 വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എന്താ? 0. ഇവിടെ a + b a - b ആണ് ചോദിച്ചത്. അപ്പോൾ a + b ഡോട്ട് a - b = 0. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. എ ഒരു വെക്ടർ, ബി ഒരു വെക്ടർ. ഫൈൻഡ് a × b. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് a ആൻഡ് b. ബി ക്വസ്റ്റ്യൻ എന്തെങ്കിലും ആവട്ടെ, അത് പാതി ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. ഫസ്റ്റ് ഞാൻ a × b ചെയ്യുന്നു. എങ്ങനെയാണ് a × b ചെയ്യാം? a × b ചെയ്യണമെങ്കിൽ ഒരു ഡിറ്റർമിനന്റ് i j k ഫസ്റ്റ് റോ. സെക്കൻഡ് റോയിൽ a × b ആണെങ്കിൽ എയുടെ സ്കേലാർ കമ്പോണൻസ് 2 1 3. അടുത്ത റോയിൽ ബിയുടെ സ്കേലാർ കമ്പോണൻസ് 3 -5 -2 3 -5 -2. ഇനി എനിക്ക് വേണ്ടത് a × b. a × b ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. ഡിറ്റർമിനന്റ് ചെയ്യാൻ എങ്ങനെയാണോ ചെയ്യുക അത് തന്നെ. നോക്ക് ഫസ്റ്റ് i ഇൻറ്റു ഇതിന് നേരെയുള്ള റോ ക്യാൻസൽ, കോളം ക്യാൻസൽ. അപ്പോൾ 1 × -2 ആദ്യം വരിക. -2 -3 × -5 -15. അങ്ങനെയാണ് ഡിറ്റർമിനന്റ് ചെയ്യാന്നുള്ളത് അറിയാലോ. രണ്ടാമത്തതിന് മുമ്പ് മൈനസ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ -j. ഇതിന് നേരെയുള്ള റോ ക്യാൻസൽ, കോളം ക്യാൻസൽ. 2 × -2 -4 -3 × 3 ആ വരിക. അപ്പോൾ അത് 9. അടുത്തതിന് മുമ്പിൽ എന്താ? മൈനസ് കഴിഞ്ഞിട്ട് പിന്നെ പ്ലസ് അല്ലേ? അപ്പോൾ +k ഇൻറ്റു റോ ക്യാൻസൽ, കോളം ക്യാൻസൽ. 2 × -5 ദാറ്റ് ഈസ് -10 -3 × 1 എന്ന് പറഞ്ഞാൽ 3. ഓക്കെ റെഡി സാർ? സോ അങ്ങനെയാണ് നോക്കുക ആൻസർ. -2 + 15 അതെന്താ? 13 വരിക. സോ 13i. ഓക്കെ ആണേ. -4 -9 -13. ഇവിടെ ഒരു മൈനസ് ഇല്ലേ? -j × -13 എന്ന് പറയുമ്പോൾ പ്ലസ്. അപ്പോൾ +13j. ഇനി അടുത്ത നോക്ക്. -10 -3 -13. അപ്പോൾ -13k. അപ്പോൾ ഇതാണ് എന്ത് നിങ്ങളുടെ a × b എന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യനിലെ ടിസ്റ്റ് നോക്കി. ഈ ടിസ്റ്റ് ഒന്നല്ല, സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഫൈൻഡ് എ ഇങ്ങനെ ചോദിക്കട്ടെ ചിലപ്പോൾ. ഫൈൻഡ് എ വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് a ആൻഡ് b. വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് a ആൻഡ് b എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് a × b ആണ്. യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് a ആൻഡ് b എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് a എന്ന് പറഞ്ഞ വെക്ടർ, ഇത് b എന്ന് പറഞ്ഞ വെക്ടർ. a ഉണ്ട്, b ഉണ്ട്. ആൻഡ് വാട്ട് ഈസ് a × b? a × b എന്ന് പറയുന്ന വെക്ടർ ഇതാണ്. a × b എന്ന് പറയുന്ന വെക്ടർ എന്താ? a × b യുടെ പ്രത്യേകത വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് a ആൻഡ് b. ഓക്കെ, a × b യുടെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെർപെൻഡിക്കുലർ ടു ബോത്ത് a ആൻഡ് b. പെർപെൻഡിക്കുലർ ടു ബോത്ത് a ആൻഡ് b. എക്കും ബിക്കും ഒരേ സമയം പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടറിനെയാണ് നമ്മൾ എന്ത് പറയുക? a × b എന്ന് പറഞ്ഞ വെക്ടർ ആയിട്ട് പറയാം. a × b. ഓക്കെ, അപ്പോൾ നിങ്ങൾ a × b എന്ന് പറഞ്ഞ വെക്ടർ ഫൈൻഡ് ചെയ്തു. എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയില്ല. പക്ഷെ ക്വസ്റ്റ്യൻ യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് a ആൻഡ് b എന്നാണ്. അപ്പം നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുക? അത് വളരെ സിമ്പിളാണ് സംഭവം. നിങ്ങൾ ഏതെങ്കിലും ഒരു വെക്ടറിന്റെ അതേ ഡയറക്ഷനിലെ യൂണിറ്റ് വെക്ടർ എങ്ങനെ ഫൈൻഡ് ചെയ്യുക? യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് a ആൻഡ് b ചോദിച്ചാൽ നിങ്ങൾ a × b ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് a × b ഫൈൻഡ് ചെയ്താൽ പോരെ? ആ വെക്ടർ ഏതാ? a × b അല്ലേ? വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് a ആൻഡ് b ആണ് എന്ത്? നിങ്ങളുടെ a × b എന്ന് പറഞ്ഞാൽ. അപ്പോൾ യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് a ആൻഡ് b എന്ന് പറയുന്നതിന് പകരം യൂണിറ്റ് വെക്ടർ നിങ്ങൾ ഇതിന്റെ ഇത്രയേ ഉള്ളൂ. യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് അല്ല യൂണിറ്റ് വെക്ടർ എലോങ് a × b. ഇതാണ് സംഭവം നിങ്ങളുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എങ്ങനെ ആൻസർ ചെയ്താൽ a × b എന്താണോ അത് എഴുതി വെക്കുക സാർ, പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂടി ഇട്ട് കൊടുത്താൽ മതി. അപ്പം എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല.
ഈസിയാണ് എടാ. ഈ ഡയറക്ഷനിലുള്ള ഇതാണ് എ ക്രോസ് ബിയുടെ ഡയറക്ഷനിലുള്ള ഇതാ മാഗ്നിറ്റ്യൂഡ് 1 ആയിട്ടുള്ള ഒരു വെക്ടർ. അത്രേ നമ്മൾ എഴുതുന്നല്ലോ. അങ്ങനെയാണ് എ ക്രോസ് ബി നിങ്ങൾ എഴുതിയിട്ടുണ്ട്. ദാറ്റ് ഈസ് 13i + 13j - 13k. ഇങ്ങനെയല്ലായിരുന്നു എഴുതിയത്? യെസ്, റെഡി. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദാറ്റ് വെക്ടർ എന്താ? റൂട്ട് ഓഫ് ഒക്കെ 13 അല്ലേ. അപ്പോൾ 13² + 13² + -13². അപ്പോൾ ആക്ച്വലി ഇതൊക്കെ 13ന്റെ സ്ക്വയർ ആയിട്ട് എഴുതിക്കൂടെ? വിച്ച് മീൻസ് ദാ 13i + 13j + 13k. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്താം? റൂട്ട് ഓഫ് 3 × 13² എന്ന് എഴുതാം. ഓക്കെ, പ്രശ്നമൊന്നുമില്ലല്ലോ. 13² റൂട്ട് എടുത്താൽ 13 അല്ലേ കിട്ടുക. അങ്ങനെയാണ് നിങ്ങളുടെ ആൻസർ ഇതാ ഇങ്ങനെ വരിക. 13i / 13√3 പ്ലസ് അടുത്തത് 13j / 13√3 പ്ലസ് 13 പ്ലസ് അല്ല, ഇവിടെ മൈനസ് അല്ല ഉള്ളത്. ഇവിടെ ഒരു മൈനസ് ഉണ്ട് കേട്ടോ. ഇത് മൈനസാ, മൈനസ്. അപ്പോൾ ദാ ഇവിടെയും വരും മൈനസ് അല്ലേ. -13k / 13√3. ഇങ്ങനെ എഴുതിയാൽ പ്രശ്നമൊന്നുമില്ല. വേണമെങ്കിൽ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്താൽ i / √3 പ്ലസ് j / √3 - k / √3. അപ്പോൾ ഇതാണ് ആ ഒരു കൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ആ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ചോദിക്കാറുണ്ട്, എപ്പോഴും ചോദിക്കാറുണ്ട്. അതാണ് അതിൻ്റെ പ്രത്യേകത, എപ്പോഴും ചോദിക്കാറുണ്ട്. അതിന് അടുത്തത് മോഡലിന് വന്നുള്ള ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ദ വെക്റ്റർ ബി. പക്ഷെ ബി തന്നത് 2a എന്നാ. അപ്പൊ എ എന്ന് പറയുന്ന വെക്ടർ നിങ്ങൾക്ക് ഓൾറെഡി അവിടെ അറിയാം. a = നിങ്ങൾക്ക് എന്താ എനെ പറ്റി അറിയാവുന്നത്? ദാറ്റ് ഈസ് 2i + j. ആൻഡ് എക്ക് ബിയിൽ ഉണ്ടാവുന്ന പ്രൊജക്ഷൻ ആണ് ചോദ്യം. അപ്പൊ ബി എന്ന് പറഞ്ഞ വെക്ടർ എന്താ? b ഈസ് 2a. അപ്പൊ 2a കിട്ടണ്ടേ? അപ്പൊ 2 × a എന്ന് പറയുന്നത് എന്താ? 2i + j. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ബി എന്ന് പറഞ്ഞ വെക്ടർ 2 × 2 4i + 2j. ഇതാണ് എന്ത്? ബി. അപ്പോൾ ദാ ബി കിട്ടിയിട്ടുണ്ട്. ആൻഡ് എയും നിങ്ങളുടെ കയ്യിലുണ്ട്. പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി ആണ് ചോദ്യം. പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി. പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി ആണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ പഠിച്ചത്? പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി ആണെങ്കിൽ a.b / മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി. അപ്പൊ നിങ്ങൾക്ക് എന്ത് വേണം? a.b വേണ്ടേ? അപ്പോൾ ദാ ഫസ്റ്റ് a.b നോക്കിക്കേ. എ ഇതാണ്, ബി ഇതാണ്. അപ്പോൾ a.b എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതുക 2 × 4. ശരിയല്ലേ? i ഇവിടെയുള്ള ഐൻ്റെ കൂടെ ഉള്ള 4, ജെൻ്റെ കൂടെ 1, ഇവിടെ 2. അപ്പോൾ ദാ പ്ലസ് 1 × 2. ഇത്രയേ ഉള്ളൂ, മറ്റേത് എഴുതേണ്ട ആവശ്യമില്ലല്ലോ. ഓൾ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി. അപ്പോൾ ദാ റൂട്ട് ഓഫ് 4² + 2², 4² + 2². ആൻസർ എന്താ വരിക? 2 × 4 8, 8 + 1 × 2 2. അപ്പോൾ 8 + 2 10. അപ്പോൾ 10 ഡിവൈഡഡ് ബൈ 4² എന്ന് പറഞ്ഞാൽ 16. ശരിയല്ലേ? അപ്പോൾ 16 4 20. അപ്പോൾ √20 എന്ന് കിട്ടും. 10/√20. ഇതാണ് ആൻസർ. വേണമെങ്കിൽ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാം, നിർബന്ധമൊന്നുമില്ല. 10/√20 ആണ് നിങ്ങളുടെ ആൻസർ. റെഡി? സോ അങ്ങനെയാണെങ്കിൽ ഇതാ അടുത്ത ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. ഏരിയ ഓഫ് പാരലലോഗ്രാം. ഏരിയ ഓഫ് പാരലോഗ്രാം നമ്മൾ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുക? ഒരു പാരലലോഗ്രാമിൻ്റെ ഏരിയ, ഞാനൊരു പാരലോഗ്രാം വരയ്ക്കുന്നുണ്ട്, ഒരു കുഞ്ഞ് പാരലോഗ്രാം. പാരലോഗ്രാമിൻ്റെ ഏരിയ ഫൈൻഡ് ചെയ്യണമെങ്കിൽ വളരെ സിമ്പിളാണ്. എല്ലാ എക്സാമിനും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. എ ബി 2 പാരലോഗ്രാം ഉണ്ട്. ഇതിൻ്റെ ഇടയിലുള്ള ആംഗിൾ തീറ്റയാണ്. ആംഗിൾ നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ഏരിയ ഓഫ് പാരലലോഗ്രാം എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി, അതായത് 2 അഡ്ജസൻറ്റ് സൈഡ് തരും, എയും ബിയും. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എ ക്രോസ് ബിയുടെ അത് ക്രോസ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദ ഏരിയ ഓഫ് പാരലലോഗ്രാം. സർ സിമ്പിൾ. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, വാട്ട് ഈസ് എ? നിങ്ങളുടെ എ വെക്ടർ ആയിട്ട് എന്താ തന്നത്? 3i + j + 4k. 3i + j + 4k. ഓക്കെ, ഫൈൻ. സോ അങ്ങനെയാണെങ്കിൽ അടുത്ത വാട്ട് ഈസ് ബി വെക്ടർ? i - j + k. i - j + k. ഓക്കെ, സോ അങ്ങനെയാണ് നോക്കിക്കേ. ഞാനിവിടെ ഏരിയ ഓഫ് പാരലോഗ്രാം ഫൈൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് എനിക്ക് എ ക്രോസ് ബി വേണം. എ ക്രോസ് ബി. അപ്പോൾ ഞാൻ ഫസ്റ്റ് i j k ഇട്ട് കൊടുത്തു. ആൻഡ് അടുത്തത് 3 1 4 3 1 4 ഇട്ട് കൊടുത്തു. 1 - 1 1 1 - 1 1. ഇനി ഫൈൻഡ് ചെയ്യാം. നോക്ക്, i ഇൻറ്റു റോ ക്യാൻസൽ, കോളം ക്യാൻസൽ. 1 × 1 1 മൈനസ് -1 × 4 -4 അല്ലേ. മൈനസ് j ഇൻറ്റു റോ ക്യാൻസൽ, കോളം ക്യാൻസൽ. 1 × 3 3 -1 × 4 4 പ്ലസ് k ഇൻറ്റു റോ ക്യാൻസൽ, കോളം ക്യാൻസൽ. -1 × 3 -3 -1 × 1 1. സോ അങ്ങനെയാണ് ആൻസർ. നോക്കേ, ഇത് പ്ലസ് ആവില്ലേ? അപ്പോൾ 1 + 4 5. അപ്പോൾ 5i. ഇത് -1 ആവും. -1 × -j എന്ന് പറയുമ്പോൾ +j. റെഡി? -3 -1 -4 -4 × k -4k. ഇതാണ് എന്ത്? നിങ്ങളുടെ എ ക്രോസ് ബി. ശരിയാണ്, പ്രശ്നമൊന്നുമില്ലേ? അപ്പോൾ ഏരിയ ഓഫ് പാരലോഗ്രാം. ഏരിയ ഓഫ് പാരലോഗ്രാം നോക്കിക്കേ. ഏരിയ
ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി ആ, അതായത് എ ക്രോസ് ബി ഓൾറെഡി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ഇതാണ് എ ക്രോസ് ബി. അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഫൈൻഡ് ചെയ്താൽ മതി. അപ്പോൾ നോക്ക് √5 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് -4 സ്ക്വയർ, അതായത് ആൻസർ എന്താ 25 പ്ലസ് 1 26, 26 പ്ലസ് 16 അല്ലേ 16, 42 ആണ് നിങ്ങൾക്ക് ആൻസർ കിട്ടുക. സിമ്പിൾ ആയുള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പോൾ √42 സ്ക്വയർ യൂണിറ്റ് 3 മാർക്കിന് ചോദിക്കാവുന്ന ചോദ്യമാണ്. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇതാണ് ആ പാരലലോഗ്രാമിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഈസി, ഗോട്ട് ഇറ്റ്, റെഡി. അങ്ങനെയാണെങ്കിൽ ഇത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ വിത്ത് വേർട്ടിസസ്. ട്രയാങ്കിളിൻ്റെ ഏരിയ എങ്ങനെ ഫൈൻഡ് ചെയ്യുക? ഏതെങ്കിലും ട്രയാങ്കിൾ ആവട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ട്രയാങ്കിൾ ഇതാ, ഞാനിവിടെ നമുക്കൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, ഏതെങ്കിലും ഒരു ട്രയാങ്കിൾ ആവട്ടെ. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഇതെങ്ങനെ ഫൈൻഡ് ചെയ്യുക? ഹാഫ് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി. എയും ബിയും എന്താ? ഏതെങ്കിലും 2 അഡ്ജസൻറ്റ് സൈഡ്. ഇത് എ ആയിട്ട് എടുക്കുന്നു, ഇത് ഞാൻ ബി ആയിട്ട് എടുക്കുന്നു. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് തന്നത് നോക്ക്, എ ഇത് തന്നത് 1 1 2 ആൻഡ് ബി ഇത് തന്നത് 2 3 5 ആൻഡ് അടുത്തത് സി തന്നത് 1 5 5 ആൻഡ് അങ്ങനെയാണ് നോക്കടാ. നമുക്ക് ഏതെങ്കിലും 2 അഡ്ജസൻറ്റ് സൈഡ് മതി. ഇപ്പം ഞാൻ എടുത്തത് ഏതൊക്കെ? എ ബിയും എ സിയും അല്ലേ? എ ബിയും എ സിയും അല്ലേ ഞാൻ എയും ബിയും ആയിട്ട് എടുത്തത്? അങ്ങനെയാണെങ്കിൽ എ ബി ഞാൻ വെറുതെ എടുത്ത എ എന്ന് പറഞ്ഞ വെക്ടറാണ്. എ ബി എന്താ നോക്കാം. എ ബി എങ്ങനെ ഫൈൻഡ് ചെയ്യുക? ബി നിന്ന് എ മൈനസ് ചെയ്യുക. 2 - 1 1, അപ്പോൾ I. 3 - 1 2, അപ്പോൾ 2j. അടുത്തത് 5 - 2 3, അപ്പോൾ 3k. അതാണ് നിങ്ങളുടെ എ ബി എന്ന് പറഞ്ഞാൽ. ഇനി അടുത്തത് എ സി ആണ് വേണ്ടത്. എ സി വേണമെങ്കിൽ സിയിൽ നിന്ന് എ മൈനസ് ചെയ്യണ്ടേ? 1 - 1 0, അപ്പോൾ 0i. 5 - 1 4, അപ്പോൾ അതാ 4j. അടുത്തത് 5 - 2 3, അപ്പോൾ അതാ 3k. റെഡി. അപ്പോൾ ഇതാണ് നിങ്ങളുടെ എ ബിയും എ സിയും. അങ്ങനെയാണെങ്കിൽ ഏരിയ ഫൈൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? എ ബി ക്രോസ് എ സി ചെയ്യാം. എ ബി ക്രോസ് എ സി ആദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഫൈൻഡ് ചെയ്താൽ മതി. അപ്പോൾ നോക്ക് IJK, പിന്നെ 1 2 3 1 2 3 ആൻഡ് എ സിയുടേത് ഈ 0 എഴുതണം കേട്ടോ, അത് മറന്നു വരരുത്. ഐയുടെ കൂടെ 0 ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ 0 ഇട്ട് കൊടുക്കണം. അതായത് ഐ എന്ന് പറഞ്ഞ ടേം ഇല്ലെങ്കിൽ 0 വരണം. അപ്പോൾ 0 4 3 ആ വരിക. 0 4 3 അങ്ങനെയാണ് നോക്കിക്കോ ആൻസർ. I ഇൻറ്റു റോ ക്യാൻസൽ, കോളം ക്യാൻസൽ. 3 × 2 6 മൈനസ് 4 × 3 12 മൈനസ് ജെ, രണ്ടാമത്തതിന് മൈനസ് അല്ലേ? റോ ക്യാൻസൽ, കോളം ക്യാൻസൽ. 1 × 3 3 മൈനസ് 3 × 0 0 പ്ലസ് കെ ഇൻറ്റു റോ ക്യാൻസൽ, കോളം ക്യാൻസൽ. 1 × 4 4 മൈനസ് 2 × 0 0. സോ യുവർ ആൻസർ വിൽ ബി -6i. 3 - 0 എന്ന് പറഞ്ഞാൽ 3, അപ്പോൾ മൈനസ് ഉണ്ടല്ലേ, അപ്പോൾ -3j. 4 - 0 4 അല്ലേ, അപ്പോൾ 4k. ഇതാണ് ആൻസർ. റെഡി. ഇനി ഏരിയ ഓഫ് ട്രയാങ്കിൾ. ആ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി. എ ക്രോസ് ബി നമ്മൾ അവിടെ എഴുതിയത് എ ക്രോസ് ബി എന്നല്ലല്ലോ, എ ബി ക്രോസ് എ സി എന്നല്ലേ. അപ്പം അങ്ങനെ എഴുതിയാൽ മതി. 2 അഡ്ജസൻറ്റ് സൈഡ് ആയിരിക്കും ആ എ ബി എ സിയോ, അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് എയും മാഗ്നിറ്റ്യൂഡ് ബിയും. അപ്പോൾ ഹാഫ് ഇൻറ്റു √ഓഫ് എ ബിൻ്റെയും ബി സിൻ്റെയും ഇതാണ് എ ബി ക്രോസ് എ സി, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് -6 -3 4 അല്ലേ. അപ്പോൾ -6ൻ്റെ സ്ക്വയർ -3യുടെ സ്ക്വയർ ആൻഡ് 4ൻ്റെ സ്ക്വയർ. അപ്പം നോക്കിക്കടാ, 1/2 ഇൻറ്റു √ഓഫ് 36 പ്ലസ് -3ൻ്റെത് 9 പ്ലസ് 4ൻ്റെത് 16. അപ്പോൾ ആൻസർ വരും എത്രയാണ്? 52 പ്ലസ് 9 √61 വരും. അപ്പോൾ നിങ്ങളുടെ ആൻസർ എന്ന് പറഞ്ഞാൽ √61 ഒരു ഇൻറ്റു 1/2 അല്ലേ, അപ്പോൾ /2 സ്ക്വയർ യൂണിറ്റ്. ഇതായിരിക്കും നിങ്ങളുടെ ആ ട്രയാങ്കിളിൻ്റെ ഏരിയ. ഇനി 2 അഡ്ജസൻറ്റ് സൈഡ് നേരെ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം. ഇങ്ങനെ പോയിന്റ് സൈഡ് തന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഈ ചാപ്റ്റർ ഒന്ന് പഠിച്ചിരിക്കേണ്ടത്. എല്ലാ ചോദ്യവും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. വെക്ടർ ഓൾജിബ്ര സിമ്പിളാണ്, 7 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ബാക്കിയുള്ള വീഡിയോസൊക്കെ ആയിട്ട്, ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ വളരെ അടിപൊളിയായിട്ട് പഠിക്കുക. അണ്ടിൽ ദെൻ ബൈ ബൈ.